ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് എല്ലാവർക്കും ആദരവോടുകൂടി സ്നേഹവന്ദനം. ഇന്ന് ഡിസംബർ മാസം 22-ാം തീയതി 357-ാമത്തെ ദിവസത്തിലെത്തി. 10 ദിനങ്ങൾ കൂടിയേ ഉള്ളൂ ഈ ആണ്ട് അവസാനിക്കാനായിട്ട്. ഈ വൈകിയ വേളയിലെങ്കിലും നന്നാവാനായിട്ട് എന്തെങ്കിലും ഒരു പുതിയ തീരുമാനം കുറച്ചുകൂടി ധൈര്യത്തോടുകൂടി എടുത്തിട്ടുണ്ടോ? സ്വയം ഒരു ക്രിസ്തുമസ് സമ്മാനമായി മാറാനുള്ള കഴിഞ്ഞ പുലരിയിലെ ആഹ്വാനം നമ്മളിൽ ഇപ്പോൾ എവിടെയാണ് മങ്ങി നിശബ്ദനായി കിടക്കുന്നത്? ഒരു യേശു കാഴ്ച, യേശുവുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ച, ഒരുവന് രക്ഷയായി മാറുന്നത് യേശു പറയുന്നത് പോലെ ചെയ്യാൻ സന്മനസ്സാകുന്നവർക്ക് മാത്രമാണ്. അപകർഷതയും അസംതൃപ്തിയും ഭാരപ്പെടുത്തിയിരുന്ന സക്കായി മനുഷ്യരെ അഭിമുഖീകരിക്കാൻ വല്ലാതെ ഭയപ്പെട്ട സമറിയക്കാരി സ്ത്രീയെ വെറുതെ ഈ 2 ആളുകളെ നോർത്താൽ അവരുടെ ജീവിതത്തിൽ യേശുവുമായിട്ടുള്ള വലിയൊരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എന്തൊരു ആഹ്ലാദവും ആനന്ദവുമാണ് വന്നു ചേരുന്നത്. യേശുവിനെ കാണാനുള്ള ആഗ്രഹത്താലും തിരിച്ച് തന്നെ യേശു കാണരുത് എന്നുള്ള ഒരു നിർബന്ധത്താലും മരത്തിനു മുകളിൽ കയറിയിരുന്ന സക്കായി ദൈവമെന്നല്ല, ഒരു മനുഷ്യൻ പോലും തന്നെ കാണണ്ട, ദൈവത്തെ എന്നല്ല ആരെയും അഭിമുഖീകരിക്കാനായിട്ട് തനിക്ക് താല്പര്യമില്ല എന്നുള്ള ഉറച്ച നിർബന്ധത്തിൽ നട്ടുച്ച നേരത്ത് വെള്ളം കോരാനായിട്ട് കിണറ്റുകരയിലെത്തിയ സ്ത്രീയെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇവർക്കൊക്കെ ഉണ്ടായ യേശു അനുഭവത്തെ സുവിശേഷത്തിലൂടെ പല ആവർത്തി വായിച്ചിട്ടും എന്തേ ഇതുവരെയും ഇങ്ങനെയൊരു യേശു കൂടിക്കാഴ്ചയ്ക്ക് അവനവൻ ആഗ്രഹിച്ചു തുടങ്ങാത്തത്? മറ്റുള്ളവർക്ക് മാത്രം ആരോ മുൻകൂട്ടി ഒരുക്കിയിരിക്കുന്ന സൗഭാഗ്യങ്ങളൊന്നുമല്ല ഇത്. ഏതൊരാൾക്കും എപ്പോൾ വേണമെങ്കിലും സ്വായത്തമാക്കാവുന്നതാണ്. മനസ്സുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ക്രിസ്തുമസ് രാത്രിയിൽ ദൈവമൊരുക്കിയിരിക്കുന്ന രക്ഷ നമ്മൾ ഓരോരുത്തരുടെയും കണ്ണുകൾ കാണുമ്പോൾ ആത്മാവിൽ നിറയുന്ന നിർവൃതി നിത്യമായ ആനന്ദമായി മാറുന്നത് ദൈവം തരുന്ന വെളിപാടുകൾക്കനുസരിച്ച് നമ്മളുടെ ജീവിതത്തെ വഴിതിരിച്ചു വിടുമ്പോഴാണ്. അപ്പോൾ പുതിയൊരു വഴി കണ്ടെത്തുവാനും പഴയ വഴിയെ ഉപേക്ഷിക്കുവാനും ഈ ക്രിസ്തുമസിൻ്റെ നല്ല അനുഭവം ഏതൊരാളെയും നിർബന്ധിക്കുന്നുണ്ട്. വക്രത നിറഞ്ഞ വഴികൾ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരുന്നിരിക്കാം. സുഖലോലുപതയുടെ, ദ്രവ്യമോഹങ്ങളുടെ, ഭോഗ ആസക്തികളുടെ, പകയുടെയും സ്വാർത്ഥതയുടെയും അങ്ങനെ ഒരുപാട് ഇരുള് പിടിച്ച വഴികളിലൂടെ സഞ്ചരിച്ചവർ യേശുവിൻ്റെ നല്ല അനുഭവത്തിലേക്ക് എത്തുന്നതോടുകൂടി പുതിയൊരു വഴിയെ മുമ്പോട്ട് പോകാനായിട്ട് ദൈവം നിർബന്ധിക്കുന്നുണ്ട്. അങ്ങനെയാണ് ജ്ഞാനികളായ ആളുകൾ യേശുവിലെത്തിയിട്ട് മടങ്ങിപ്പോയതിനെക്കുറിച്ച് പരാമർശിക്കുന്നത്. എന്തൊരു സുഹൃതം ചെയ്തവരാണ് അവർ! ജ്ഞാനത്തിൻ്റെ സമ്പത്തും യേശുവിനെ കണ്ടെത്തി കാഴ്ചവസ്തുക്കളൊക്കെ അർപ്പിക്കുവാനും യേശുവിൽ നിന്ന് ആശീർവാദം സ്വീകരിപ്പാനുമായിട്ട് മഹാഭാഗ്യം കിട്ടിവരും. എന്നിട്ടും ദൈവം അവരോട് ഉപദേശിക്കുകയും അവർക്ക് കൊടുക്കുന്ന ഓർമ്മപ്പെടുത്തലും എന്താണ്? മറ്റൊരു വഴിയെ മടങ്ങിപ്പോകണം. തീർച്ചയായിട്ടും അത്തരമൊരു വഴി കണ്ടെത്തുവാനായിട്ട് ഞാനും നിങ്ങളും
ബോധപൂർവം പരിശ്രമിച്ചേ മതിയാവൂ, പ്രാർത്ഥിച്ചേ മതിയാവൂ. അതിനായിട്ട് ക്രിസ്തുമസിനോട് ഏറ്റവും അടുത്ത ഈ പുലരികൾ നമുക്കും ഒരുങ്ങാം. ആമേൻ.